ഹായ് ഗൈസ്, അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഗബ്രി, അഭിഷേകും ശ്രീകുമാറും നമ്മുടെ അൻസിബയായിട്ട് മുട്ടം വഴക്കും ഫുഡ് ലേറ്റായെന്നും പറഞ്ഞുള്ള രീതിയില്ല. അപ്പോൾ ജിൻഡോ പിന്നെ അതുപോലെ തന്നെ ജാസ്മിനും ഇവരൊക്കെ ഒരു ടീമിലായിരുന്നല്ലോ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവരെ ജയിലിലിട്ട സമയത്ത് നമ്മുടെ നന്ദനയും അഭിഷേകും ഒക്കെയാണ് ഹെൽപ്പിനും കാര്യങ്ങളൊക്കെ വന്നത്. സത്യത്തിൽ ഇതൊക്കെ ഒരു പവർ ടീമിൻ്റെ ഉത്തരവാദിത്വമാണ്. അളിയൻ ഇങ്ങോട്ട് വന്ന വല്ല അധികാരം കാണിക്കാൻ വേണ്ടി വന്ന അവസാനം വഴക്കായി. അപ്പം എന്താ പറയണ്ടേ, ജാസ്മിൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ അല്ലടാ, നീ രാവിലെ ജാസ്മിനോട് തീർത്തതിൻ്റെ അല്ലടാ നീ എന്നോട് തീർക്കാൻ വരുന്നത് അൻസിബ. അപ്പോഴത്തേക്ക് അഭിഷേക് ജയദീപ് കയറി പറയടാ, നീ സാരി തുമ്പത്ത് പിടിച്ച് നടക്കുന്നതാണുള്ള രീതി അളിയൻ്റെ വക സംസാരം. സത്യത്തിൽ അവിടെ സിജോ ഉണ്ട്, ഈ പറയുന്ന മിക്ക ആൺപിള്ളേരുണ്ട്. മീൻസ് സിജോ, ഋഷി, പിന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ, ഋഷി, ഇവരൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ പലവട്ടം ആലോചിച്ച് പോയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. നമ്മുടെ സായി കൃഷ്ണ ഉൾപ്പെടെ സീക്രട്ട് ഏജൻറ്റ് കാറയായിരുന്നു കണമുണ പറയുന്ന പുള്ളിക്കാരൻ വരെ ഒരക്ഷരം ഉണ്ടായിരുന്നു. കറക്റ്റ് കാര്യമല്ലേ? അയാൾ എന്താ പറഞ്ഞ നമ്മുടെ ജയദീപ് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ലായിരുന്നു സത്യത്തിൽ. പക്ഷേ ഇത് ഭയങ്കര ഓവറായിട്ടാണ് ഗബ്രി കാണിച്ചത്. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഗബ്രിയുടെ വട്ടം കൂടി ഇരുന്ന് സിജോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഒലത്തി മറിക്കുമെന്ന് കരുതിയതാണ്. അപ്പോൾ അതേ കിടക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ ലൈവിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ബൈ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.